ഇതൊക്കെ എന്ത്? മലയാളികളെ ഒന്നടങ്കം പൊട്ടിച്ചിരിപ്പിച്ച, കരയിപ്പിച്ച നമ്മുടെ പ്രിയപ്പെട്ട സലിം കുമാർ ഓർമ്മയായി. ഒരു കലാകാരൻ എന്നതിലുപരി സാധാരണക്കാരൻ്റെ വേദനകൾ സ്വന്തം ജീവിതാനുഭവങ്ങളിലൂടെ തിരിച്ചറിഞ്ഞ മനുഷ്യനാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ വിയോഗത്തിന് ശേഷവും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ അരങ്ങേറിയ സംഭവങ്ങൾ കേരളീയ സമൂഹത്തിന് ഒട്ടും ഭൂഷണമല്ല. അദ്ദേഹം ആശുപത്രിയിൽ കിടന്നപ്പോൾ മുതൽ തുടങ്ങിയ ആ ക്രൂരമായ സൈബർ ആക്രമണങ്ങൾ ഇന്ന് അദ്ദേഹം മരിച്ചിട്ടും അവസാനിക്കുന്നില്ല എന്നത് അത്യന്തം ലജ്ജാകരമാണ്. ജീവിതത്തിനും മരണത്തിനുമിടയിൽ പോരാടിക്കൊണ്ടിരുന്നപ്പോൾ പോലും അദ്ദേഹം അർഹിച്ച ആദരവ് നൽകുന്നതിന് പകരം ചിലർ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ മുൻനിർത്തി സോഷ്യൽ മീഡിയയിൽ അധിക്ഷേപങ്ങൾ ചൊരിയുകയായിരുന്നു. രോഗാവസ്ഥയിലിരിക്കുന്ന ഒരാളെ അദ്ദേഹം നടത്തുന്ന പ്രതികരണങ്ങളെ മുൻനിർത്തി സൈബർ ഇടങ്ങളിൽ ഇത്രമേൽ വെറുപ്പോടെ കൈകാര്യം ചെയ്യാൻ ആർക്കാണ് ഇത്രയധികം ക്രൂര മനസ്സുള്ളത്? ആശുപത്രി കിടക്കയിൽ കിടക്കുന്ന ഒരു മനുഷ്യനോട് പോലും കാണിക്കാത്ത ഈ അസഹിഷ്ണുത നമ്മുടെ സൈബർ സംസ്കാരത്തിൻ്റെ ഇരുളടഞ്ഞ മുഖമാണ് കാണിക്കുന്നത്. ഏറ്റവും വേദനാജനകമായ കാര്യം അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷവും ഈ വിദ്വേഷ പ്രചാരണം തുടരുന്നു എന്നതാണ്. ഒരു മനുഷ്യൻ്റെ ശരീരം അതിൻ്റെ സംസ്കാരം നടക്കുന്ന വേളയിൽ പോലും, അതിൻ്റെ ചിത എരിയുമ്പോൾ പോലും അതിൻ്റെ രാഷ്ട്രീയമായി കല്ലെറിയാൻ തുനിയുന്നവർക്ക് മനുഷ്യത്വം നഷ്ടപ്പെട്ടോ? ഈ വിഷയത്തിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ വളരെ വ്യക്തമായി സംസാരിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള സൈബർ ക്രിമിനലുകൾക്കെതിരെ ശക്തമായ നടപടികൾ ഉണ്ടാവുമെന്നും അദ്ദേഹം ഉറപ്പ് നൽകിയിരിക്കുന്നു. ഭരണകൂടം പോലും ഇടപെടേണ്ടി വരുന്ന രീതിയിൽ നമ്മൾ എത്രത്തോളം തരം താഴ്ന്നു പോയിരിക്കുന്നു എന്നുള്ളത് ഓർക്കേണ്ടതാണ്. എവിടെയാണ് നമ്മുടെ സാംസ്കാരിക കേരളം? നായകന്മാർ അല്ലെങ്കിൽ നമ്മുടെ സാംസ്കാരിക നായകന്മാർ എന്ന് വിളിക്കപ്പെടുന്ന അവരും മറ്റു പ്രവർത്തകരും എന്തുകൊണ്ട് ഇത്തരം വിഷയങ്ങളിൽ മൗനം പാലിക്കുന്നു എന്നുള്ളതാണ്. ഈ അധിക്ഷേപങ്ങൾക്കെതിരെയെല്ലാം ഒറ്റക്കെട്ടായി ശബ്ദമുയർത്താൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ നമ്മൾ നാളെ നേരിടാൻ പോകുന്നത് ഇതിലും വലിയ വിപത്തുകളായിരിക്കും. മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും പേരിൽ വിദ്വേഷം വമിക്കുന്ന കമൻറ്റുകൾ പടച്ചുവിടുന്നവർ മനസ്സിലാക്കുക, നാളെ ഇതേ അവസ്ഥ നിങ്ങളോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോ നേരിട്ടാൽ അന്ന് നിങ്ങൾ എന്ത് മറുപടി നൽകും? ഇതൊരു ക്യാമ്പയിനാണ്. മാന്യതയ്ക്ക് വേണ്ടി സോഷ്യൽ മീഡിയ ഒരു പേക്കൂത്ത് പുരയല്ല. ഇവിടെ വന്ന് ആരെ വേണമെങ്കിലും അധിക്ഷേപിക്കാമെന്നും ആ ഒരു ചിന്താഗതി ഇതോടെ അവസാനിക്കണം. നമ്മൾ ഈ പോസ്റ്റ് ഒരു തുടക്കമായി കാണണം. ഇത്തരം സൈബർ ആക്രമണങ്ങൾക്കെതിരെ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കാൻ സർക്കാരിനെ നിർബന്ധിതരാക്കുക. തുടർച്ചയായുള്ള ശ്രമങ്ങൾ ഓരോരുത്തരുടെ ഭാഗത്തു നിന്നുമുണ്ടാവുക. ഓരോ അധിക്ഷേപ കമൻറ്റിനെയും റിപ്പോർട്ട് ചെയ്യാനും അത്തരക്കാരെ ഒറ്റപ്പെടുത്താനും നിങ്ങളുടെ ഭാഗത്തു നിന്ന് സോഷ്യൽ മീഡിയയിൽ ഇതേപോലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാവുക. സലിം കുമാർ എന്ന വലിയ കലാകാരൻ നമ്മളോട് പറയും ഇതൊന്നും വേണ്ട എന്ന്. പക്ഷേ ഇനിയൊരു കലാകാരനും ഇത്തരത്തിൽ വേദന അനുഭവിക്കരുത്. അദ്ദേഹത്തിൻ്റെ ചിരി മായാതെ കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മളാണ്. മരണത്തിന് പോലും മാന്യത നൽകാത്ത ഇത്തരം സൈബർ അരാജകത്വത്തിനെതിരെ നമുക്കൊന്നിക്കാം. സൈബർ ഇടങ്ങളെ മാന്യമാക്കാം. ഈ സന്ദേശം നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക. അധിക്ഷേപങ്ങൾക്കെതിരെ നിയമപരമായ പ്രതിരോധം തീർക്കുക. നന്ദി.